പരീക്ഷിച്ച് നോക്കിയിട്ടേ നല്ല അടിപൊളി ടേസ്റ്റിൽ കിട്ടിയ റൈറ്റാണ് കേട്ടോ ഇത്. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് ചില കാരണങ്ങൾ കൊണ്ട് പാളിപ്പോയതും. ടേസ്റ്റ് നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ ഇത് നമ്മൾ എന്തായാലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് സെറ്റാവാൻ വെക്കണം. എനിക്കതിനുള്ള സാവകാശമൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഈ ഒരു ഐറ്റത്തിലായിപ്പോയത്. പക്ഷേ ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതേ എല്ലാവരും ഉണ്ടാക്കുള്ളൂ. കാരണം അത്രക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇതിന് പാലും ഇത്തിരി കോൺഫ്ലവറും മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ മാത്രം മതി, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് നമ്മളവിടെ മാറ്റി വെച്ച് ഇനിയിപ്പോൾ കോൺഫ്ലവർ എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് കുറച്ച് പാൽ, ഒരു കപ്പ് പാൽ ഞാൻ എടുത്തു. 3 സ്പൂണ് കോൺഫ്ലവർ എടുത്തു. അതിൽ മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക കേട്ടോ. അത് നന്നായിട്ട് തീയൊന്ന് കൂട്ടി വെച്ചിട്ടാണ് ഞാൻ ഇളക്കിയെടുത്തത്. പിന്നെ അതൊന്ന് തിക്കായി വരുന്ന സമയം കുറച്ച് കൊടുത്തിട്ട് നല്ലതാണ് ഈ ഒരു പരുവത്തിലാക്കിയിട്ടാണ് ഞാൻ എടുത്തത്. ഇനി അത് ഞാനൊരു കപ്പിൽ മാറ്റി വെച്ചു. പിന്നെ അതേ പാനിൽ തന്നെ ഒരു 3 കപ്പ് പാലെടുത്തു. 3 കപ്പ് പാലിൽ ആവശ്യത്തിനുള്ള മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക കേട്ടോ. ഇത് തിളപ്പിച്ചെടുക്കേണ്ടത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബ്രെഡിൻ്റെ മുകളിൽ ചൂടോട് കൂടെ തന്നെ ഒഴിച്ച് കൊടുക്കാനാണ്. പിന്നെ വേണ്ടത് മാംഗോ പൾപ്പാണ് ഇട്ടത്. അപ്പോൾ മാംഗോ പൾപ്പ് ഞാൻ അന്ന് എടുത്ത് വെക്കുന്നത് ഞാൻ പറഞ്ഞിരുന്നു. നമുക്ക് ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് അതിലിത്തിരി പഞ്ചസാരയും കൂടെ കൂട്ടടിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് സൂക്ഷിച്ചെടുത്ത് വെച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ബ്രെഡ് നമ്മൾ ഏത് പാത്രത്തിലാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് വെച്ചാൽ ആ പാത്രത്തിൽ തന്നെ ഈ ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ആ ചൂടിൻ്റെ പാലില്ലേ അതൊഴിച്ച് കൊടുക്കുക. പാലും മിൽക്ക് മെയ്ഡും തിളപ്പിച്ചതാണത്. ശേഷം കോൺഫ്ലവർ മിക്സില്ലേ റെഡിയാക്കി വെച്ച് അതതിൻ്റെ മുകളിൽ നന്നായിട്ട് ഒഴിച്ച് കൊടുക്കട്ടെ. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലാണ് ഈ മാംഗോ പൾപ്പ് ഒഴിച്ച് കൊടുക്കേണ്ടത്. മാംഗോ പൾപ്പും കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് പഞ്ചസാരയും കൂടെ ഇട്ടിട്ടാണ് അടിച്ച് വെച്ചത്. അതുകൊണ്ട് പഞ്ചസാര ഇതിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതിൻ്റെ മുകളിൽ ഇത്തിരി നട്ട്സ് ക്രഷ് ചെയ്തെടുത്തതാണ്, അതും കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ ഇതാ രണ്ടാമത്തെ ലെയറും അതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ഫസ്റ്റ് ആ ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. ഈ ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുക്കേണ്ടത് ഈ ബ്രെഡ് നന്നായിട്ട് സോഫ്റ്റായി കിട്ടാനാണ്. അതിൻ്റെ മുകളിൽ ഈ കോൺഫ്ലവർ മിക്സ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഈ മാംഗോ പൾപ്പും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സെയിം ചെയ്ത മാതിരി തന്നെ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. ഇത് ലാസ്റ്റായി തുടങ്ങി. ഞാൻ കുറച്ചധികം ഉണ്ടാക്കി വെച്ചതേനു, അതൊക്കെ കഴിഞ്ഞു. ഇതാ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ നട്ട്സ് ക്രഷ് ചെയ്ത് വെച്ചത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെക്കണം. പിന്നെ വിപ്പിംഗ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. അത് അടിപൊളി ടേസ്റ്റ് ആവും. പക്ഷേ അതിൻ്റെ കയ്യിലുണ്ടായിരുന്നു, എനിക്കപ്പോൾ അത് എടുക്കാൻ പറ്റിയില്ല വെച്ച് കൊടുക്കാൻ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ച് നേരം സെറ്റാവാൻ വെക്കാനുള്ളൊരു സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എടുത്തതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പിനൊരു മാറ്റം വന്നത്. പക്ഷേ ഷേപ്പിലല്ല, ലുക്കിലല്ല കാര്യം. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ലുക്കിലല്ലല്ലോ അല്ലെങ്കിലും കാര്യം. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇത്തിരി മധുരം വേണമെന്ന് തോന്നുന്ന സമയത്ത്, ഗസ്റ്റുകൾ വരുന്ന സമയത്ത് ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. നല്ല റേറ്റാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ. ഈ മാങ്ങൻ്റെ രുചിയും കോൺഫ്ലവറിൻ്റെ മിക്സും പാലും ബ്രെഡും എല്ലാം കൂടെ ചേർന്നിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നു. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫീഡ്ബാക്കൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.